മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ മോർണിംഗ് റൊട്ടീനൊന്നും എന്ന് വെച്ചാൽ ഏട്ടൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ താമസിച്ച് എഴുന്നേറ്റത് അതുകൊണ്ടാണ്. അപ്പം ഇനി ഏട്ടൻ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ കാര്യങ്ങളേ ഉള്ളൂ ഞാൻ കാണിക്കുന്നതിൽ, എന്നാലും ഇതൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചു. ഡാഡി പോയിട്ട് ഒന്നും കൂടെ ഹായ് ഗുഡ് ഡേ. ബൈ ബൈ. ഒന്ന് ഹെൽമറ്റ് കൊടുത്തോ. താങ്ക് യു. യോ ടാറ്റാ. ഓക്കേ ബൈ ബൈ. ടേക്ക് കെയർ യു ടു. ബൈ. 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 സാധാരണ ഞാൻ ഏട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ പല്ല് തേക്കാറുണ്ട്. ഞാനും ഏട്ടൻ ഒരുമിച്ച് എണീറ്റ് കഴിഞ്ഞാൽ വേഗം തന്നെ ഞാൻ പല്ല് തേക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് മാത്രം പല്ല് തേക്കാൻ സമയം കിട്ടിയില്ല രാവിലെ. അപ്പം പിന്നെ ഈ അടുത്ത് നടക്കാൻ പോകുന്നത് പല്ല് തേക്കൽ മഹാമഹാണ്. പിന്നെ എനിക്ക് രാവിലെ മോർണിംഗ് റൊട്ടീൻ സ്കിൻ കെയർ അപ്പോഴൊക്കെ പരിപാടികളൊന്നുമില്ല, കാരണം ഞാനതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. അപ്പോൾ ഇനി ചെക്കനെ പല്ല് തേപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ചില ദിവസം കുഴപ്പമില്ല, വാടാ പല്ല് തേക്കാൻ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് വരും. കേട്ടോ, ഇപ്പം ഞാൻ ദേഷ്യപ്പെടാനേ, അവൻ വന്നില്ല എന്ന് പറഞ്ഞ് കരയായിരുന്നു നിന്നിട്ട്. അപ്പോൾ ഞാൻ ഒച്ചയെടുത്ത് വിളിച്ചതാണ് കേട്ടോ. ചിലപ്പോൾ നല്ല കുട്ടിയായിട്ട് എൻ്റെ കൂടെ അങ്ങ് പോരും, മിടുക്കനായിട്ട് പല്ല് തേപ്പിക്കാൻ വരും. ഇന്ന് ചിണുങ്ങിക്കൊണ്ടാണ് പല്ല് തേക്കുന്നത്. ഈ പല്ല് തേപ്പിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ പല്ല് തേപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ മാത്രമല്ല, ഞാൻ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കുന്നതാണ്. അതായത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ഒട്ടും ചിരിക്കുന്നേ ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ എങ്ങനെ തന്നെ ആയിരിക്കുമോ കൊച്ചിനോടും ഫുൾ ടൈം ഞാൻ ഇങ്ങനെയാണോ എന്ന് ചിന്തിച്ച്. പക്ഷെ ഞാൻ പൊതുവെ എല്ലാവരോടും ചിരിച്ച് നടന്ന് വർത്താനം പറയുന്ന ഒരാളാണ്. എന്താ അറിയില്ല, ഇന്ന് ചിലപ്പോൾ എൻ്റെ മൂഡായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം കരഞ്ഞ് കാറി കൂവി പൊളിച്ചാണ് പല്ല് തേപ്പിക്കണത്. ഇത് മാത്രം എൻ്റെ പുള്ളിക്ക് ഇഷ്ടമാണ്, ഈ കാണിക്കുന്നത്. ബാക്കിയൊന്നും എൻ്റെ കൊച്ചിന് ഇഷ്ടമേ അല്ല. പിന്നെ ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ഈ വലിയ കുഴപ്പമില്ല ചില സമയത്ത് പല്ല് തേക്കാൻ. എന്നാൽ ചില ദിവസം ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് വരികയില്ല, പല്ല് തേക്കുകയില്ല, നമ്മളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ ഏട്ടന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാട്ടോ വിട്ടത്. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതാണ് പറ്റിയത്. രാവിലെ ദോശയും മീൻകറിയുമായിരുന്നു. കൊച്ചിന് ദോശയും ദോശയും എന്തായിരുന്നു എൻ്റെ പേര്, പഞ്ചസാരയാണ്. അവന് വേറെ ഒന്നും വേണ്ട, കറി കൂട്ടുകയില്ല, കൂട്ടി കൊടുത്താലും കൂട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഏട്ടനെ അങ്ങനെ പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ദോശ അങ്ങനെ ചുട്ട് വയ്ക്കുന്ന ഒരാളൊന്നുമല്ല, അപ്പം കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞേ, എൻ്റെ മുഖത്തെ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. ഞാൻ വെള്ളം പോലും തുടയ്ക്കാറില്ല വേറെ തുണി വെച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ എപ്പോഴും ഈ ടെറസിൻ്റെ മുകളിൽ ഓടിക്കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല. ചില സമയത്ത് കൊച്ചു സമ്മതിക്കില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പെരയ്ക്കകത്ത് അഴ കെട്ടി വെച്ചേക്കാണ് കേട്ടോ. പൊതുവെ എല്ലാവരുടെയും വീട്ടിലിപ്പം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ കൂടെ കാണും ഈ ഒരു അഴ ഏതെങ്കിലും ഒരു റൂമിൽ. നമ്മുടെ പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് ആകെ ഒരു റൂമും ഹോളും കിച്ചണും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ കെട്ടാൻ സ്ഥലമില്ലാത്ത കാരണം ഞാൻ ഹോളിൽ തന്നെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ 2 ദിവസം മുമ്പം കണ്ടിട്ട് തുണിയാണ്, എന്നിട്ടാണ് ഇത് ഇപ്പോഴാണ് ഉണങ്ങി കിട്ടണത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഒരു ട്രിപ്പ് ഞാൻ എണീറ്റു, അതിൻ്റെ പുറകെ ഏട്ടൻ എണീറ്റു, പിന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് കൊച്ചെണീറ്റത്. അപ്പം ബെഡൊന്നും ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബെഡ് വിരിച്ചിടാൻ എന്നും ഞാൻ വിരിച്ചിടുന്ന ദിവസം എന്തായാലും എൻ്റെ കൊച്ചത് നിവർത്തി വലിച്ചു പറിച്ച് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമാക്കാറുണ്ട് ഞാൻ മടക്കി ഇടുന്ന ദിവസമൊക്കെ. എന്നാൽ ചില ദിവസം ഞാൻ തന്നെ അത് വിടർത്തി എൻ്റെ കാലയിലൊക്കെ എടുത്തിടാറുണ്ട്. എന്തെങ്കിലും ഫോണിൽ പടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിക്കപ്പോഴും ഞാനത് ചെയ്യാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് ഇവിടെ, ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് തണുപ്പാണ്. പിന്നെ കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു, അത് വാഷിംഗ് മെഷീനിലിട്ടു.
തുണി അലക്കാൻ കല്ലൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുണി അലക്കൽ തന്നെയാണ്. എനിക്കിഷ്ടമല്ല വെള്ളത്തിൽ കുളിക്കാനൊന്നും. എന്താ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോഴത്തേക്കും കൊച്ചൊന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിങ്ങനെ എൻ്റെ ട്രൈപോഡിലൊക്കെ പിടിച്ചിട്ട് എന്താ പറയുക, അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിന് കണ്ടോ ഒന്ന് ജർഗ് ചെയ്തില്ലേ, അത് അവൻ ട്രൈപോഡിൽ പിടിച്ചിട്ട് കളിച്ചതാണ്. അപ്പം പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ നോക്കിക്കൊണ്ട് നടന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്നെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യലൊക്കെ കുറവാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്നാൽ രണ്ടും കൽപ്പിച്ച് അന്ന് രാവിലെ തന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഞാനിന്ന് മോർണിംഗ് റൊട്ടീൻ ഇടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ഒട്ടും പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ ഒരു റോ വീഡിയോയാണിത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഏട്ടൻ്റെ ദോശ ഉരുളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ അടുത്ത ട്രിപ്പ് കൊച്ചിന് ദോശ ഉരുളാണ് കേട്ടോ, കൊച്ചിനും എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ദോശ ഇടാൻ എടുത്ത് വെച്ചു. തണുപ്പായതുകൊണ്ട് പെട്ടെന്നൊന്നും പുളിച്ച് കിട്ടാറില്ല കേട്ടോ ഇവിടെ, ഇച്ചിരി പാടാണ് പുളിച്ച് കിട്ടാൻ. എന്നിട്ട് ഞാനത് അരി കുതിർത്തി അരിച്ച് വെച്ചത് തലേ ദിവസം ഒരു 2:30 ആയപ്പം അരച്ച് വെച്ച്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോഴും പുളിച്ചിട്ടില്ല. പുളിച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വരാ ഈ ദോശ നന്നാവില്ല എന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷേ എൻ്റെ ദോശയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതെന്താ അതിന് പുളിച്ചെന്ന് എനിക്ക് തോന്നാത്തതാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ദോശ ശരിയായി. അതിലെനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പട്ടീനെ എറിയാനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ അടുക്കള ഇച്ചിരി മെസ്സൊക്കെയാണ്. സാദരം ക്ഷമിക്കുക. കാരണം ഒട്ടും സ്ഥലമില്ല അടുക്കളയിൽ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ ഒതുക്കി പറക്കിയൊക്കെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് വെച്ചേക്കണതെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. പിന്നെ എന്താ എല്ലാവർക്കും വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും? എനിക്കിവിടെ ആണെങ്കിൽ പൊരിഞ്ഞ മഴയും തണുപ്പും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും. പെരയ്ക്കാകം നനഞ്ഞിരിക്കണം അങ്ങനെ ഫുള്ള്. കൊച്ചാണെങ്കിൽ ഇങ്ങനെ പുറകെ നടന്ന് അമ്മോ ഞാൻ മൂളിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും. എന്തെങ്കിലും എടുക്കും. വണ്ടി ചോദിക്കും, വന്ന് എടുത്തോട്ടെ, ഇതെടുത്തോട്ടെ, അതെടുത്തോട്ടെ, പൊന്നു വരച്ചു അമ്മോ, അല്ലെങ്കിൽ അത് ചെയ്തു അമ്മോ, ഇത് ചെയ്തു അമ്മോ എന്നിങ്ങനെ പറഞ്ഞ് പുറകെ നടക്കും. കണ്ടോ ഇപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ ഒരു കൊട്ട മറ്റേ കടന്നൽ കൊത്തിയ മാതിരി ഇരിക്കണേ. പക്ഷെ എന്താ ഞാൻ ചിരിക്കാതെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ എന്തോ കുലീനമായി ചിന്തിച്ചുകൊണ്ട് നടക്കുക. അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചിന്തയായിരുന്നു. ഇപ്പോൾ ഒക്കെ ശരിയായി വരുന്നു. പിന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തിയെന്നറിയോ, എല്ലാവർക്കും സുഖമാണോ എന്ന് എന്നെ ഒരു പ്രാവശ്യം ചോദിച്ചല്ലോ. പിന്നെ അത് തന്നെ ചോദിക്കാൻ വന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ, ഞാൻ സ്ക്രിപ്റ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് പറയണമെന്നോ അത് പറയണമെന്നോ ചിന്തിച്ച് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ നമ്മുടെ വീട്ടിലും വേറെ ആരും ഇല്ല. ഞാനും കൊച്ചും ഏട്ടനും മാത്രമേ ഉള്ളൂ. രാവിലെ ഏട്ടൻ ജോലിക്ക് പോകും, പിന്നെ കൊച്ചു ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു സംസാരിക്കാനുള്ളൊരു കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാറില്ല എനിക്ക്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് ഒരാൾ കയറി വരുവാണെങ്കിൽ അയാൾ ഇതായിരുന്നു പറഞ്ഞത് എന്നൊക്കെയാണ് ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫിലും അല്ലെങ്കിൽ മോർണിംഗ് റൊട്ടീൻ, ഈവനിങ് റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന വീഡിയോസിൽ ഞാൻ കാണാറ്. ഇതൊന്നും എനിക്ക് വേറെ ആരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിതൊന്നുമില്ല. അതാണ് ഇതിലെ വ്യത്യാസം കേട്ടോ. അപ്പോൾ വേറെ കഥകളൊന്നും പറയാനോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. ഇല്ല കേട്ടോ, വേറെ കഥകളൊന്നും പറയാനുമില്ല. കാരണം തൊട്ട അയൽവക്കത്തും ആരും അങ്ങനെ നമ്മളോട് സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എനിക്ക് അവരുടെ ഭാഷ അറിയില്ല, അവർക്ക് എൻ്റെ ഭാഷ അറിയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എൻ്റെ കൂടെ ഉള്ളത് ഒരു കന്നഡ ടീമാണ്, നമ്മുടെ തൊട്ട അടുത്തുള്ള ഫ്ലാറ്റിലുള്ളത്. അപ്പോൾ അവർക്കും അറിയില്ല. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രമാണ് പിന്നെ അവർക്ക് മലയാളം അറിയാലോ. അതുകൊണ്ട് ഞാനിങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇല്ലേ ഏട്ടൻ വന്നു കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, കലബില എന്നിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ സാറ്റർഡേസിൽ ഏട്ടൻ്റെ ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും. കുറച്ച് നേരം എല്ലാവരും കൂടെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ ഡേ പോലെ ഇരിക്കും. സാധാരണ ഫൺ ഡേ സൺഡേ ആണ്, പക്ഷെ ഞങ്ങൾക്ക് സാറ്റർഡേ ആണ് ഫൺ ഡേ. അങ്ങനെ അപ്പോൾ എൻ്റെ 3 ദോശ അതാണ് ഞങ്ങളുടെ കണക്ക്. ഏട്ടന് 2 ദോശ അല്ലെങ്കിൽ 3 ദോശ. 2 ദോശ കഴിക്കാറുള്ളൂ. എനിക്ക് 2 ദോശ, കൊച്ചിനൊരു ദോശ.
ഇത്രയാണ് കഴിക്കുന്നത്. ഇന്ന് അവൻ പറഞ്ഞു തന്നെ കഴിച്ചോളാന്ന്. നല്ലതാണോ? ഇഷ്ടമായോ? ആണോ? താങ്ക് യു. ഓക്കെ. അമ്മ വാരി തന്നാ? പൊന്നു തന്നെ കഴിക്കുമോ? ഓക്കെ, ഗുഡ് ബോയ്. കുട്ടി സ്വയം പര്യാപ്തത നേടിയത് ഞാൻ അറിഞ്ഞില്ല മക്കളെ, അറിഞ്ഞില്ല. അങ്ങനെ അവൻ കുറച്ച് ദിവസം അംഗൻവാടിയിലൊക്കെ പോയിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസം. അപ്പോൾ അംഗൻവാടിയിലൊക്കെ പോയി നിന്നപ്പോൾ തൊട്ട് അവൻ തന്നെ കഴിക്കാനും, പിന്നെ അവന് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ അവൻ തന്നെ കഴിക്കും. ചോറൊക്കെ ആണെങ്കിൽ ഞാൻ കുത്തിന് പിടിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് തിന്നാൻ എൻ്റെ കൊച്ചിനോട് പറയരുത്, അത് തിന്നൂല. പിന്നെ പിന്നെ എന്താ, ഞാൻ കൊണ്ടുവന്ന ആ തുണി വെറുതെ കട്ടിലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മടക്കിയൊക്കെ വെച്ചത് കേട്ടോ. അതൊക്കെ മടക്കി വെച്ചില്ലെങ്കിൽ എൻ്റെ പുത്രൻ അതിൻ്റെ മുകളിൽ കയറി എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കി. ഞാൻ പിന്നെ ഒന്നും കൂടി അത് കഴുകേണ്ടി വരും. അതുകൊണ്ട് വേഗം അതൊക്കെ പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മടക്കി വെച്ചതെല്ലാം അവനാട്ടോ എനിക്ക് എടുത്തു തന്നത്. എനിക്ക് വേഗം എടുത്തു തരും. ഞാൻ ഓരോ സെക്ഷനായിട്ട് എടുത്ത് വയ്ക്കുക. അതൊക്കെ അവൻ എനിക്ക് എടുത്തു തന്നു കേട്ടോ. ഇതവൻ്റെ സ്റ്റഡി ടേബിൾ പോലെ, സ്റ്റഡി ടേബിളൊന്നുമല്ല, അവൻ്റെ ബുക്ക് എല്ലാം എടുത്ത് വെച്ചേക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അവൻ്റെ 2-3 ടോയ്സും അവൻ്റെ ബുക്സും എടുത്ത് വെച്ചേക്കണതാണ്. കളറിങ് ചെയ്യുന്ന ബുക്കുകളും ഒക്കെ എടുത്ത് വെച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് എന്നോട് അമ്മ ഫോട്ടോ എടുക്കാമോ എന്ന്. അങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ അതൊരു ബെഡാണ് കേട്ടോ. അപ്പോൾ പുള്ളി കുഴിയിലിരിക്കുന്ന മാതിരി ഇരിക്കുന്ന അതാ. ഇപ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കട്ടിലൊന്നുമില്ല, ആകെ ഒരു കട്ടിലേ ഉള്ളൂ. അപ്പോൾ വന്നാൽ കിടക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയൊരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാ ചെക്കൻ കുളിച്ചിട്ടുണ്ട്. കുളിക്കാൻ ഞങ്ങൾക്ക് വലിയ മടിയൊന്നുമില്ല ഇപ്പോൾ. ആകെ സമ്മതിക്കില്ലാത്തത് കഴുത്തിൻ്റെ അവിടെ സോപ്പിടാൻ മാത്രം സമ്മതിക്കില്ലാത്തത്. ഭയങ്കര ഇക്കളി കണ്ടുപിടിച്ചത് ഇവനാന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോൾ. അതുപോലെ ഇക്കളിയെ കഴുത്ത് തൊടാൻ സമ്മതിക്കില്ല. പിന്നെ ഇങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ സ്റ്റീൽ ബോഡി കണ്ടുകൊണ്ടൊന്നും വിചാരിക്കല്ലേ എൻ്റെ പുത്രനൊന്നും കഴിക്കില്ല എന്നല്ല, അവന് അച്ഛനെ പോലെ അവൻ്റെ ഡാഡിനെ പോലെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ഇരിക്കുക, എന്താ സ്റ്റീൽ ബോഡിയാണ്, മീൻസ് വണ്ണം ഇല്ലാതെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രീമിടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ ചില ദിവസം പറയും, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറയും, അമ്മ ഉപ്പൊന്നും ഇന്ന് ക്രീം വേണ്ട കേട്ടോ അമ്മൂന്ന്. അപ്പോൾ ഇന്ന് ക്രീം വേണ്ടാത്ത ദിവസമായിരുന്നു. അങ്ങനെ ക്രീമൊന്നും ഇടിച്ചില്ല. അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞാൽ എൻ്റെ മോർണിംഗ് റൊട്ടീൻ കഴിഞ്ഞു. ഇത് കാണിക്കുന്നുണ്ട്, നിന്ന് തരേയില്ല, ഇങ്ങനെ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കും. കുളി കഴിഞ്ഞാൽ ആദ്യം ഓടി പുതപ്പിൻ്റെ അടിയിൽ കയറിയിരിക്കും. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പിന്നെ വിളിച്ചു വരുത്തണം. അങ്ങനെയാണ് ചേട്ടൻ. എന്നാലും കുഴപ്പമില്ല, പാവാണ്. ഒറ്റയ്ക്ക് ഈ റൂമിൻ്റെ അകത്ത് ഞാനും അവനും നിൽക്കുകയാണ്. എന്നിട്ടും അവൻ എന്നോട് വഴക്കുണ്ടാക്കാനൊന്നും വരാറില്ല. അതുകൊണ്ട് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ. ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് ഇടണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.